ഇതേപോലെ ഗ്യാസ് കത്തുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. നല്ല വിറകടുപ്പിൽ നല്ല ഭക്ഷണം. ഈ ഒരു ഫാനാണ് ഇതിന്റെ ഒരു കൺട്രോളിംഗ് സിസ്റ്റം വരുന്നത്. ഇതാണ് ഇതിന്റെ ഞങ്ങൾ ചാർജിങ് പോയിന്റ് വരുന്നത്. സാധാരണ ഗ്യാസ് അടുപ്പ് മേടിക്കാൻ കൊടുക്കണം 6000 രൂപ കൊടുക്കണം. മാസം 2000 രൂപ ഗ്യാസിനും കൊടുക്കേണ്ടി വരും. ഇതൊന്നും വേണ്ട. വീട്ടിൽ പറമ്പിലോ ചുള്ളിയോ വിറകോ ഉണ്ടെങ്കിൽ ഇട്ട് കത്തിക്കുക. ഇതേപോലെ ഗ്യാസിനേക്കാൾ പവറിൽ കത്തിക്കുക. ഗ്യാസിനേക്കാൾ വേഗതയിൽ കുക്കിംഗ് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ അതേപോലത്തെ കുക്കിംഗ് സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കറണ്ട് പോവുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ചെറിയൊരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ളതാ ഈ വിറക് ലൈറ്റിംഗ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ടേ, ഇത് 5 കിലോ ബിരിയാണി വെക്കാൻ പറ്റുമോ? 4 കിലോ ബിരിയാണി, 5 അല്ല 4 അല്ല 100 കിലോ ആള് കയറിയാൽ പോലും. ഹോട്ടലുകാരുടെ മെയിൻ പ്രശ്നമാണ് ഗ്യാസിന്റെ ചെലവ് എന്ന് പറഞ്ഞിട്ട്. ആ ഗ്യാസിന്റെ ചെലവ് അങ്ങോട്ട് ഒഴിവാക്കി കളി. അത് കാണാത്തൊരു വെറൈറ്റി ആയിട്ടില്ല ഒരു ചായ സമാവർ ഉണ്ടല്ലോ അവിടെ. അതെ, ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു അടുപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 100 പേർക്ക്, അതായത് ഈ ഒരു അൽഫാമിന്റെ ഗ്രില്ല് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഹായ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ചെറുവണ്ണൂര് മധുര ബസാറിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോ ഇക്ക അടുപ്പുകളുടെ ഒരു ലോകം. അതെ, വെറും അടുപ്പല്ല, വിറകടുപ്പിന്റെ ഒരു ലോകം. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടാണ് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഫറൂഖ് പുതിയ പാലം എത്തുന്നതിന് മുൻപേ വലതു ഭാഗത്തേക്ക് ബേപ്പൂർ ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട്, BC റോഡ് എന്ന് പറയും. അവിടെ മധുര ബസാർ അങ്ങാടി ചോദിക്കുക, നേരെ ഇവിടെ വരാം. മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് പുതിയ പാലം കഴിഞ്ഞതിന് ശേഷം ചെറുവണ്ണ അങ്ങാടിയിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴി, അത് മധുര ബസാർ. മധുര ബസാർ നാർ ഇൻഡസ്ട്രിയൽസ് വിറകടുപ്പ് കമ്പനി, അതാണ് ഞങ്ങളുടെ കമ്പനി അഡ്രസ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചെറിയ അടുപ്പ് മുതൽ വലിയ ഹെവി അടുപ്പ് വരെ ഉണ്ട്. ഈ കസ്റ്റമൈസ്ഡ് ആണ് പിന്നെ കൂടുതൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. 50 കിലോ 70 കിലോ 35 കുറഞ്ഞിട്ട് കൂടിയിട്ടുള്ള എല്ലാ സിസ്റ്റംസും ബേക്കറീസ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ അടുപ്പുകളും കാണിച്ചു കൊടുക്കാലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് ചെറുതിൽ തന്നെ തുടങ്ങാം നമുക്ക്. ഈ കാണുന്ന ഞങ്ങൾ ചെറിയ അടുപ്പ് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടുപ്പ്. ഇതാണ് ഇതിന്റെ ഞങ്ങൾ ചാർജിങ് പോയിന്റ് വരുന്നത്. ഇത് വരുന്നത് ഈ ചാർജിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ 9 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാറ്ററി ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിൽ കൺട്രോളറും ഉണ്ട്. 1 2 3 ഈ കൺട്രോൾ വരുന്നതോടുകൂടി ഈ അടുപ്പിന്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങും. ഞങ്ങൾക്ക് ഇതേപോലെ കുക്കിങ്ങും ആരംഭിക്കാം. ഇതാണ് വരുന്നത്. ഈ ചാർജ് ചെയ്യണമെങ്കിൽ കുത്തിയാൽ മതി. ഒരു 4 മണിക്കൂർ ചാർജ് ചെയ്താലും ഒരു 10 മണിക്കൂർ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. പിന്നെ അതേപോലത്തെ കുക്കിംഗ് സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കറണ്ട് പോവുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതേപോലെ ചെറിയൊരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ളതാ ഈ വിറക് ലൈറ്റിംഗ് ഒരു സ്റ്റാൻഡ് ബേസിൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടി സോളാർ പാനലിലൂടെ ചാർജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇത് ഇൻക്ലൂഡ് അല്ല, ഇത് സെപ്പറേറ്റ് ചാർജ് വരും. ഇതിനെല്ലാം ഇതേപോലെ ചാർജിങ് കൊടുക്കുക. പുറത്ത് ഇതിലൊരു 5 മീറ്റർ വയറും വരും. ഈ നേരത്തെ പറഞ്ഞ ബാറ്ററി കിടക്കുന്നത് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഈ ഒരു ഫാനാണ് ഇതിന്റെ ഒരു കൺട്രോളിംഗ് സിസ്റ്റം വരുന്നത് ഞങ്ങൾക്ക്. അതേപോലെ തന്നെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ചാരം എടുത്ത് കളയാനുള്ള സ്പേസ് ആണ് ഇത്. കുക്കിംഗ് കഴിഞ്ഞാൽ എന്റെ റിപ്പയർ വരെ ഞങ്ങൾ 6 മാസം ഗ്യാരണ്ടി ഈ ബാറ്ററി ബാക്കപ്പിന് കൊടുക്കുന്നുണ്ട്. അത് മാത്രല്ല, ഇതിന് ചില ആൾക്കാർ ചോദിക്കാറുണ്ടേ, ഇത് 5 കിലോ ബിരിയാണി വെക്കാൻ പറ്റുമോ? 4 കിലോ ബിരിയാണി, 5 അല്ല 4 അല്ല 100 കിലോ ആള് കയറിയാൽ പോലും ഇതേപോലെ ഉണ്ടാവും ഈ സ്റ്റവ്. അതിൽ വരുന്നത് ഇതിൽ ഒരു ഡബിൾ ബർണർ സിസ്റ്റം വരുന്നുണ്ട്. ഇതിലേക്ക് സ്പേസ് കുറച്ചിട്ടുള്ള വേറെ സിസ്റ്റം വരുന്നുണ്ട്. അത് കസ്റ്റമൈസ്ഡ് ആണ്. ഓർഡർ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. 2800 രൂപയാണ് വരുന്നത്. 2800 രൂപ. ഡെലിവറി ചാർജ് എക്സ്ട്രാ ആണല്ലേ? കൊറിയർ ആണ് ചെയ്യുന്നത് ഞങ്ങൾ. ഈ ഡെലിവറി ചാർജ് ആകെ 200-250 ഓൾ കേരള അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇതുവരെ വന്നത് ഇതൊക്കെ തന്നെ അതെല്ലാം ഇതാണ് വരുന്നത്. ഇനി അടുത്ത വരുമ്പോൾ കുറച്ച് സമൂസ വരിക. നോമ്പല്ലേ, റംസാനൊക്കെ വരുന്നത്. ഒരേ സമയം ഒരേ ട്രിപ്പിൽ 24 സമൂസ ഒരേ സമയം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു കുഞ്ഞു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ കാണുന്നത് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് എല്ലാ 24 കോളത്തിലും ശരിയാക്കി വെക്കാം. മുകളിൽ ജസ്റ്റ് ഒരു മുകളിൽ ഇതാണ് അതിന്റെ സിസ്റ്റം. പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചപ്പാത്തി റോളർ. എത്ര എളുപ്പ സമൂസ കിട്ടില്ല എന്ന് ആരും പരാതി ഉണ്ടാവില്ല. അതിനുശേഷം ഇതേപോലെ തന്നെ ഈ സാധനം ഒന്ന് മറിച്ചിടാം, തട്ടി കൊടുത്താ എല്ലാം സിംഗിൾ ആയി വന്നു. ഓക്കെ അല്ലേ? ഇതേപോലെ സമൂസ റെഡി. ഒരു ജസ്റ്റ് ഒരു 4 പീസ് നമുക്ക് പൊരിച്ചാളാ, പൊരിച്ചു തിന്നാ. എന്നിട്ട് നോക്കതാ ഉഷാറായിട്ട് പൊരിച്ചെടുക്കുക. സമൂസ റെഡി. ഇതാണ് സമൂസ. 24 സമൂസ ഒരേ സമയം. അടുത്ത ഹോട്ടൽസ്, ക്യാന്റീൻ, കാറ്ററിംഗ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഹെവി ഡ്യൂട്ടി സ്റ്റവുകളാണ് അടുത്ത് പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന സാധനം ഹോട്ടൽ, കാറ്ററിംഗ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിറക് ഫീഡിങ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇതേപോലെ വിറക് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. കത്തിച്ചു കഴിഞ്ഞാൽ ചാരം എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്പേസ് ബെൽറ്റ് ടൈപ്പിൽ ഞങ്ങൾ തയ്യാറായിടാം. ഇതേപോലെ ചാരം ഇവിടെ വരും, കണ്ടില്ലേ? ഇതേപോലെ തന്നെ ഇതിന്റെ കൺട്രോളിംഗ് സിസ്റ്റം വരുന്നത് ഈ 6 വോൾട്ടിന്റെ ഈ പറഞ്ഞ ഫാന്. ഈ ഫാന് വരുന്നത് ഇതിന്റെ കൺട്രോളിംഗ്
ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇതേപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നതോട് കൂടി ഇതിന് പവർ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത് ഏകദേശം ഒരു 40 kg റൈസ് വരെ കുക്കിംഗ് ചെയ്യാവുന്ന കപ്പാസിറ്റി ഉണ്ട് ഇതില് 10 ഇഞ്ച് ബർണറാണ് ഇതിൽ ഞങ്ങൾ ചെയ്യുന്നത്. 10 ഇഞ്ച് ബർണർ. അതിന് ബർണർ സൈസ് കുറഞ്ഞ രീതിയിലുള്ള സ്റ്റവുകളും ഉണ്ട്. അതേപോലെ തന്നെ 12-14 ഇഞ്ചുള്ള ഹെവി ചിപ്സ് പൊരിക്കുന്നവർക്കുള്ളത് സംവിധാനങ്ങളിൽ വേറെ സൗകര്യങ്ങളും ഉണ്ട്. റേറ്റ് വരുന്നത് പറഞ്ഞാൽ ഇത് കസ്റ്റമേഴ്സ് ഇപ്പൊ ഏകദേശം ഇതിന് 80 kg വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റൗവിന്. ഞങ്ങളിപ്പം കൊടുക്കുന്നത് 32,000 രൂപക്കാണ് ഈ സ്റ്റവ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നത് അത് ഇൻസുലേഷൻ ഉണ്ട്. അതേപോലെ ഇതേപോലെ കുക്ക് ചെയ്ത് ഇവിടുത്തെ ചൂടോ കാര്യങ്ങളോ പുറത്തേക്ക് വരൂല. കുക്കിംഗ് സമയത്ത് ഏറ്റവും ഈസിയാ കുക്ക് ചെയ്യാൻ. ഡെയിലി ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്ന ഹോട്ടലുകാരുണ്ട്. അവർക്ക് ഒരു 200-250 രൂപയുടെ ഇതേപോലെ ചെറിയ വിറക്, ചിരട്ട, ചേരി, ഇളനീർ തൊണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുക്കിംഗ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ. നല്ല ടെമ്പറേച്ചർ ആയിരിക്കും. ഇതാ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇപ്പതാ കണ്ടല്ലേ 200-209 വരുന്നുണ്ട് ഇതില്. അതേപോലെ തന്നെ ഇതിൽ വില കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് വേണമെന്നുണ്ട്. ഇതാ ഈ കാണുന്നത് ഇതിൽ വരുന്ന തൊട്ട് 6-8 ഇഞ്ചിന്റെ അളവിൽ വരുന്ന ബർണർ കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. 8 ഇഞ്ച്. ഇത് 40 കിലോ ഉപയോഗിക്കുമ്പോൾ 25 kg റൈസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഇത് അതേപോലത്തെ 25-30 kg ഉപയോഗിക്കാൻ പറ്റും. ഇതും എല്ലാം ചെറിയ ചെമ്പ് ചട്ടി വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്താറുള്ളൂ ഞങ്ങള്. ഇതിനെല്ലാം ഉപയോഗിക്കുന്ന കാസ്റ്റൈൻസ് ഉണ്ട്. ഈ പറഞ്ഞ കാസ്റ്റൈൻ ഇത് ഈ വരുന്ന സാധനം ഇതിൽ 6-8 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ചാരെടുക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ ബെൽപ്പിംഗ് സിസ്റ്റത്തിലാണ് എല്ലാത്തിനും വരുന്നത്. ഇത് ഒരു അതിൽ വെച്ച് മിനി ടൈപ്പാണ് ഇത് വരുന്നത്. ഒരു 7 kg 8 kg ഒക്കെ ചെറിയ ഹോട്ടല് എണ്ണക്കടികളൊക്കെ പൊരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു അടുപ്പാണ്. അതും ഇതേപോലെ തന്നെ ഈ ചാരം ഇവിടെ എടുക്കാനുള്ള സൗകര്യങ്ങൾ, വിറക് ഫീഡിങ് ഈ സെക്ഷനിൽ. ഇനി അധിക സ്ഥലങ്ങൾ ഇതുവരെ ആരും കാണാത്തൊരു സാധനം ഉണ്ട്, ചായ സമാമ്പർ. മുമ്പൊക്കെ ആയിരുന്നു ചായ സമാമ്പർ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അതിനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഫുൾ സ്റ്റൈലൻ സ്റ്റീലില് ചായ സമാമ്പർ അതും ഞങ്ങൾ എടുത്ത് അവൈലബിൾ ആണ്. അത് 3 ലിറ്റർ കപ്പാസിറ്റി പാല് ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ 5 ലിറ്റർ ഉണ്ട്, 7 ലിറ്റർ ഉണ്ട്. എല്ലാ രീതിയിലും എല്ലാം വിറകടുപ്പ് തന്നെ. അതും ഇതേപോലെ ഇൻസുലേഷൻ ആണ്. കുക്കിംഗ് സമയങ്ങൾ പുറത്തേക്ക് ചൂടൊന്നും ആർക്കും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ സിമ്പിളായിട്ട് ഇതേപോലെ ചായ അടിക്കാനും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. സിസ്റ്റം ഒന്ന് പറഞ്ഞു. സിസ്റ്റം പറഞ്ഞത് അതാ പാലൊഴിക്കുന്ന സെക്ഷനാണ് ഈ വരുന്നത്. ഇതിനാണ് 3 ലിറ്റർ കപ്പാസിറ്റി പറഞ്ഞത്. ഈ ഒരു പാത്രം ഇത് റിമൂവൽ എടുത്തു മാറ്റാൻ പറ്റും. ഈ കാണുന്നത് ഇത് സാധാരണ ഡിക്കേഷൻ ഉപയോഗിക്കുന്ന ഈ സെക്ഷന്. ഇത് എക്സ്ട്രാ ഒരു പോയിന്റ് വെച്ചാണ് ഞങ്ങൾ പാല് ചൂടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റം. പിന്നെ കട്ടൻ ചായ ഉപയോഗിക്കുന്ന സമയം ടാപ്പിംഗ് സിസ്റ്റം ആണ് ഈ വരുന്നത്. ഈ ടാപ്പ് ഈ ഒരു സിസ്റ്റം വരുന്നത് ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി. അടുത്ത വരുന്നത് ഇതിന്റെ വേസ്റ്റ് പുക, വേസ്റ്റ് വരുന്ന പുകകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ ഒരു പുകന്റെ സൗകര്യത്തിന് വേണ്ടി ഇതും ചെയ്തു. പിന്നെ വരുന്ന കാര്യം ഈ വിറകിന്റെ ആണ്. വിറകിട്ട് കൊടുക്കുക, അടയ്ക്കുക, ഇങ്ങനെ അടിക്കുക. എന്നിട്ട് വെണ്ണീർ നിങ്ങൾ ചോദിച്ച വെണ്ണീർ ഇതാ ഈ ബെൽപ്പിലാ വരാം. കണ്ടില്ലേ ഇതേപോലെ വെണ്ണീർ വരും. അത്രേ വരുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇത് 5 kg 10 kg വിറക് ഉപയോഗിച്ചിട്ട് ഒരു ദിവസത്തെ മൊത്തം കുക്കിംഗ് കഴിഞ്ഞാലും ഒരു 200-300 ഗ്രാം ആശ വരുള്ളൂ. ഇതിൽ പൊറോട്ടക്കല്ലാണ് അടുത്ത് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരേ സമയം ഒരു 15 പൊറോട്ട ചൂടാൻ പറ്റുന്ന വിറകിന്റെ പൊറോട്ടക്കല്ല് ആ കാണുന്ന ഇത്. അതും ഇതേപോലെ തന്നെ കാസ്റ്റൈനാണ്, ഫുള്ളി കാസ്റ്റൈന് എല്ലാം. ഇതിന്റെ മുകളിൽ തവ വരും. തവ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഡോറിലൂടെ വിറക് ഇടുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആഷ് റിമൂവൽ സിസ്റ്റം ഇതിനും ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഫാൻ കത്താനുള്ള സംവിധാനങ്ങൾ നേരെ ഇതിന്റെ ബാക്ക് സൈഡിലാണ് വരുന്നത്. ഈ കാണുന്ന സെക്ഷനിലാണ് ഫാൻ വരിക. അതേപോലെ തന്നെ ഈ സിലിണ്ടർ ഇതും ഇൻസുലേഷൻ ആണ്. ഇതിൽ കുക്കിംഗ് സമയങ്ങളൊന്നും തന്നെ നമുക്ക് പുറത്തേക്ക് ചൂടടിക്കില്ല. കുക്കിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങൾ പൊറോട്ടക്കല്ല്. നമ്മള് നിങ്ങളെ ഫാക്ടറിത്തെ എല്ലാ ഐറ്റംസും കണ്ടു. ഇനി നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ് കാണിച്ചു കൊടുക്കാം. അതെ. അപ്പൊ നമ്മളിപ്പോ നിങ്ങളെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എത്തിയിട്ടില്ല. അതെ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ കൊണ്ടോട്ടി പയങ്ങാടി റോഡിലുള്ള കൗജു എയർപോർട്ട് ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിൽ തന്നെയാണ് ഞങ്ങൾ സ്ഥാപനം നിൽക്കുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ ഐറ്റംസ് അടുപ്പുകളും അല്ലെ, അത് വിറകടുപ്പിൽ എല്ലാം കാണാനും പറ്റും, എല്ലാം എടുത്ത് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ ഞാൻ ഈ 4 വുഡ് സ്റ്റോവിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഇവരുടെ നമ്പറും എല്ലാ ഡീറ്റെയിൽസും ഞാനും ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടും പർച്ചേസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും ഇവരുടെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് കാണാം. ഗുഡ് ബൈ.